സോ ഇന്ന് ഞാൻ സ്കെലറ്റൽ സിസ്റ്റമാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. സ്കെലറ്റൽ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആക്സിയൽ ആൻഡ് അപ്പെൻഡിക്കുലാർ. ആക്സിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് 80 ബോൺസും അപ്പെൻഡിക്കുലാർ എന്ന് പറയുമ്പോഴത്തേക്ക് 126 ബോൺസും. സോ ടോട്ടൽ 80 + 126 206 ബോൺസാണ് ഉള്ളത്. അതിൽ ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ മെയിൻ ആക്സിൽ വരുന്ന ബോൺസാണ്. അപ്പോൾ അതിൽ സ്കൾ വരും, വെർട്ടിബ്ര വരും, റിബ്സ് വരും, സ്റ്റേർണം വരും. അപ്പെൻഡിക്കുലാർ എന്ന് പറയുമ്പോഴത്തേക്കും ലിംബ്സും അതിൻ്റെ ഗർഡിൽസും. സോ അത് ഫോർ ലിംബ്സിൻ്റെ ഉണ്ട്, അതായത് പെക്ടറൽ ഗർഡിൽ പ്ലസ് ഫോർ ലിംബ് ആൻഡ് pelvic girdle plus hind limb. ഇനി സ്കള്ളിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്കൾ എന്ന് പറയുമ്പോൾ അവിടെ ക്രേനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ട്, ഇയർ ഓസിക്കൽസ് ഉണ്ട് ആൻഡ് ഹയോയിഡ് ബോൺസ് ഉണ്ട്. ക്രേനിയൽ ബോൺ 8 in number, ഫേഷ്യൽ ബോൺ 14 in number, അപ്പോൾ അതിനോട് കൂടി 22, ഇയർ ഓസിക്കൽ 6, അപ്പോൾ 28 and ഹയോയിഡ് ബോൺസ്, സോ ടോട്ടൽ 29 ബോൺസ്. അതിൽ ക്രേനിയൽ ബോൺസ് എന്ന് പറയുമ്പോൾ അതിൽ പാരൈറ്റൽ ആൻഡ് ടെമ്പറൽ അത് രണ്ട് ബോൺസ് ഇതുണ്ട്. ബാക്കിയെല്ലാം 1 each ആണ്. അത് ഫ്രണ്ടൽ, സ്ഫീനോയിഡ്, എത്മോയിഡ്, ഓക്സിപിറ്റൽ. അതെ, ഫേഷ്യൽ ബോൺസിൽ ഇതോടെല്ലാം പെയർഡാണ് എക്സെപ്റ്റ് മാൻഡിബിൾ ആൻഡ് വോൾമർ. അപ്പോൾ മാൻഡിബിൾ ആൻഡ് വോൾമർ അത് രണ്ടും 1 each ആണ്. മാൻഡിബിൾ എന്ന് പറയുമ്പോൾ ലോവർ ജോ ബോണാണ്, ദാറ്റ്സ് ഓൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ. പിന്നെ വേറെ ഉള്ളതായിരിക്കും സൈഗോമാറ്റിക് ഉണ്ട്, അത് 2 മാക്സില്ല 2, പിന്നെ nasal bone 2, inferior nasal concha അത് 2, പിന്നെ lacrimal 2. കറക്റ്റായോ? 4, 5, 7, 8, 9, 11, 12 രണ്ട് മാസം കൊടുക്കാറുണ്ടല്ലോ. അത് ഇതായിരുന്നു, ഞാൻ ചെക്ക് ചെയ്യട്ടെ. പലാറ്റിൽ അതുകൊണ്ട് 2. പിന്നെ ഇയറോസിക്കൽസ് മാലിയസ്, incus and stapes. Each of them are 2 each. മിഡിൽ ഇയേഴ്സിൽ 2 വീതം. അപ്പോൾ അതിൽ സ്റ്റേപ്പസ് ആണ് സ്മോളസ്റ്റ് ബോൺ. അതുമായിട്ട് അറ്റാച്ച് ആയിട്ടുള്ള സ്റ്റേപ്പീഡിയം എന്ന് പറയുന്ന അവസ്ഥയാണ് സ്മോളസ്റ്റ് മസിൽ. ഹൈഡ് ബോൺ സിംഗിൾ ബോൺ. പിന്നെ അപ്പോഴത്തേക്ക് സ്കൾ കഴിഞ്ഞു. ഇനി വെർട്ടിബ്ര 26 സീരിയലി അറേഞ്ച്ഡ് വൺസ് ആണ്. അത് ഡോസ്ലി പ്ലേസ്ഡ് ആണ്. ആൻഡ് ഓരോ വെർട്ടിബ്രയുടെയും നടുക്ക് കൂടി ഒരു സെൻട്രൽ ഹോളോ റീജിയൻ ഉണ്ട്. ആ സെൻട്രൽ ഹോളോ റീജിയനെ പറയുന്ന പേരാണ് ന്യൂറൽ കനാൽ. ന്യൂറൽ കനാൽ കൂടെയാണ് സ്പൈൻ കോഡ് പാസ് ചെയ്യുന്നത്. പിന്നെ വെർട്ടിബ്രസ് 26 ഉണ്ടല്ലോ, അപ്പോൾ അതിൽ മീൻസ് നമുക്ക് നോക്കാം. സെർവൈക്കൽ വെർട്ടിബ്രേ 7 ഉണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ നർവ്സിലും 7 ആണ്. കിംസിലും ജിറാഫിലും എല്ലാം 7 ആണ്. സെർവൈക്കൽ, thoracic, lumbar, sacral and coccygeal. thoracic 12 ഉണ്ട്, അതായത് റിബ്സിൻ്റെ റീജിയനിലുള്ളത് 12 ഉണ്ട്. lumbar is 5, sacral 1 fused and coccygeal 1 fused. അപ്പോൾ 12 + 5 is 17, 18, 19, 19 + 7 26. ഓക്കെ ആയി. വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫങ്ഷൻസ്
സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യും, സ്കലിനെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള. പിന്നെ റിബ്സിൻ്റെയും ബാക്കിയുള്ള മസിൽസിൻ്റെയും അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ടാണ്. സോ ഫങ്ഷൻസ് നോക്കിക്കാം. സപ്പോർട്ട് skull, protect spinal cord, attachment site for ribs and musculature of back. പിന്നെ അതാണ് റിബ്സ്. റിബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രൈ ടയേഴ്സ് ഉണ്ട്. ട്രൈ ടയേഴ്സ് ടിപ്പിൽ അത് ആദ്യത്തെ 7 പെയർസ് അതിന് വെർട്ടിബ്രോ സ്റ്റേർണൽ റിബ്സ് എന്ന് പറയും. അതായത് വെർട്ടിബ്രൽ കോളമായിട്ട് പുറകിലെ ഡോർസൽ സൈഡിലും സ്റ്റേർണുമായിട്ട് വെൻട്രൽ സൈഡിലും അറ്റാച്ച്ഡ് ആണ്. അതിന് ട്രൂ റിബ്സ് എന്നും പറയാറുണ്ട്. പിന്നത്തെ 3 പെയർ 8th, 9th ആൻഡ് 10th പെയറിനെ പറയുന്നതാണ് വെർട്ടിബ്രോ കോൺവെക്സ് റിബ്സ് അല്ലെങ്കിൽ ഫോൾസ് റിബ്സ് എന്നും പറയും. കാരണം അത് ബാക്കിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് വെർട്ടിബ്രൽ കോളമായിട്ട്, പക്ഷേ ഫ്രണ്ടിൽ സ്റ്റേർണുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെൻ്റ് ഇല്ല. നോ ഡയറക്റ്റ് attachment to sternum, hyaline cartilage through 7th ribലോട്ട് അറ്റാച്ച്ഡ് ആവും. എന്നിട്ട് ആ 7th സ്റ്റേർണോട്ട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. സോ ഡയറക്റ്റ്ലി സ്റ്റേർണോട്ട് അറ്റാച്ച്ഡ് ആവുന്നില്ല. പിന്നെ 11th ആൻഡ് 12th പെയർ ഓഫ് റിബ്സിൻ്റെ കേസിൽ അങ്ങനെ പറയുന്നതാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ബിക്കോസ് അത് നോട്ട് അറ്റാച്ച്ഡ് വെൻട്രലി, സ്റ്റേർണുമായിട്ട് ഡയറക്റ്റായ ഇൻഡയറക്റ്റായ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നുമില്ല. അറ്റാച്ച് ടു വെർട്ടിബ്രൽ കോളം ഡോർസലി. സോ അതൊരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതി കിട്ടും. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് റിബ് എന്ന് പറയും. പിന്നെ ഞാൻ മണ്ണിട്ട് പറഞ്ഞ പോലെ ഡോർസലി വെർട്ടിബ്രൽ കോളമായിട്ടും വെൻട്രലി സ്റ്റേർണായിട്ട്. അപ്പോൾ സ്റ്റേർണം അതുകൊണ്ടല്ലോ, സ്റ്റേർണം ഇവിടെ എങ്ങനെ കുട്ടികൾ സ്റ്റേർണം ഉണ്ട്. സ്റ്റേർണം ഇസ് വൺ സിംഗിൾ ഫ്ലാറ്റ് ബോണാണ്, ബ്രസ്റ്റ് ബോൺ എന്ന് പറയും. ക്ലാവിക്കലിനെ ഷോൾഡർ ബോൺ എന്ന് പറയുന്ന പോലെ സ്റ്റേർണത്തെ ബ്രസ്റ്റ് ബോൺ എന്ന് പറയും. പിന്നെ എന്താ ഉള്ളത്, ഹെഡ്സ് കഴിഞ്ഞാൽ സ്റ്റേർണം സൂപ്പർഷൻ കഴിഞ്ഞല്ലേ. പിന്നെയുള്ള പോയിന്റ് എന്താണ് റിബ് കേജ്. റിബ് കേജ് എന്ന് വെച്ചാൽ അത് എന്തൊക്കെയുണ്ട്? വെർട്ടിബ്ര പ്ലസ് റിബ്സ് പ്ലസ് സ്റ്റേർണം. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ വിചാരിച്ചത് ഡയഫ്രാം കൂടെ ഉണ്ടെന്നാണ്. പക്ഷേ ഡയഫ്രാം ഇസ് മസിൽ ആൻഡ് അത് റിബ് കേജിൻ്റെ ഭാഗമല്ല. വെർട്ടിബ്ര റിബ്സ് ആൻഡ് സ്റ്റേർണം എത്ര സംഭവമാണ് റിബ് കേജിലുള്ളത്. സോ ഇന്ന് ഇപ്പോൾ ഇത്രയും റിവൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കി റിവൈസ് ചെയ്തിരിക്കുക അല്ലേ. പെക്ടറൽ ഗർഡിൽ നോക്കാം, അല്ലെങ്കിൽ ഫോളിംബ് നോക്കാം. ഫോളിംബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണുള്ളത്? ഫോളിംബിൽ ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, അൾന ഉണ്ട്. ഹ്യൂമറസ് 1, റേഡിയസ് 1, അൾന 1. പിന്നെ കാർപ്പൽ. കാർപ്പൽ എന്ന് പറയുമ്പോൾ അത് വേറെ പേരെന്താ? വെസ്റ്റ് ബോൺ. വെസ്റ്റ് ബോൺ 8 നമ്പർ. മെറ്റാ കാർപ്പൽ അതെന്താ പറയുക? പാമ്പോൺ. പാമ്പോൺ 5 നമ്പർ. പിന്നെ ഫെലാഞ്ചസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ദാറ്റ് ഇസ് 14 നമ്പർ. പിന്നെ ഫോൾഡിങ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് ആണല്ലോ അത് പെക്ടറൽ ഗർഡിൽ. അവിടെ 2 ഹാഫാണ്. ഒരു ഹാഫിൽ ക്ലാവിക്കൽ ആൻഡ് സ്കാപ്പുല ഉണ്ട്. അവിടെ മാത്രമല്ലേ നോക്കാനുള്ളൂ. പക്ഷേ ആ ഭാഗം ചൂട് നമുക്ക് പറ്റും. പിന്നെ ഹൈൻഡ് നോക്കാം. ഹൈൻഡ് ലിംബിൽ എന്തൊക്കെയുള്ളത്? ഫീമൽ, ടിബിയ, ഫിബുല, ഇതെല്ലാം 1 ഈച്ചാണ്. പിന്നെ ഇവിടെ ഒത്തിരി ടാർസൽസ് 7 ഉള്ളൂ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആങ്കിൾ ബോൺ. ആങ്കിൾ ബോൺസ്. നേരത്തെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ കാർപ്പൽസ് റെസ്പോൺസ് 8 നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ ടാർസൽസ് 7 ഉള്ളൂ. മെറ്റാടാർസൽസിൻ്റെ അവിടെ ചേഞ്ച് ഇല്ല. മെറ്റാടാർസൽസ് 5 നമ്പർ ആണ്. പിന്നെ ഇവിടെ വേണം 8 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അത് പെറ്റല്ല ആണ്. അത് നീ ക്യാപ്പായിട്ട് അത് 1. പിന്നെ പിന്നെന്താ അവിടെ അല്ലേ ഉള്ളൂ. ഡിജിറ്റ്സ് ഉണ്ടോ? 30 കൊടുത്തില്ല. 7 പ്ലസ് 5 12 13 14 15 16. 16 പ്ലസ് ഫ്ലാഞ്ചസ് അതും അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നോക്കട്ടെ.
Atlantis tickets around. So what's the state? Okay. Atlantis 14 number. So ഇവിടെ എത്രയാ? 8 plus 14 is 22, 27, 22 and 30. 30 ones. അപ്പോൾ 30 plus 30. ഇവിടെയോ 14 plus 5, 19 plus 1, 20, 27, 28, 29. One one is missing. 14 plus 15, 20, 27, 28, 29, 30. 30 plus 30. ഇവിടെ 60 pounds ലിംസിൽ പിന്നെ വെളിക്കുന്നുള്ളൂ. വെളിക്കട്ടിൽ 2 corpuscle bonds ആണ് which are fused. അതിൽ each corpuscle bond is composed of 3 bonds: helium, yttrium and Pbis. And അവിടെയുള്ള joint ചെയ്യുന്ന സ്ഥലത്തുള്ള ക്യാവിറ്റിയുടെ പേര് acetabulum. And പെട്രോളുകളുടെ cavity is glenoid cavity.